ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ഒരു വമ്പൻ കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഏകദേശം 642.17 കോടി രൂപയുടെ കരാറാണിത്. അതായത് ഇന്ത്യയുടെ പ്രതിരോധത്തിലെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി 28 EON 51 ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കരാർ. ഈ കരാർ എന്ന് പറയുന്നത് 11 പുതുതലമുറ ഓഫ്ഷോർ പെട്രോൾ വെസലുകളും 3 കേഡറ്റ് പരിശീലന കപ്പലുകളും വിപുലമായ നിരീക്ഷണ ശേഷികളോടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ തെർമൽ ഇമേജർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ തിരയുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ EON 51 സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും MSMEകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായങ്ങളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രതിരോധ മേഖലയിൽ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പാണ് ഈ സംഭരണം. അതുപോലെ തന്നെ നമ്മുടെ തേജസ് മാർക്ക് 1A-യിൽ അസ്ട്ര മാർക്ക് 1 മിസൈൽ സംയോജിപ്പിക്കാൻ ഒരുങ്ങുകയാണ് HAL ഇപ്പോൾ. ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് മാർക്ക് 1A യുദ്ധവിമാനത്തിന്റെ വികസനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ELTA ELM 2052 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അരേ റഡാറിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ഒരു പ്രധാന നവീകരണമാണ് ഈ നൂതന റഡാർ സിസ്റ്റം. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ELTA സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്തതാണ് ELM 2052 AESA റഡാർ. തേജസ് മാർക്ക് 1A-യുടെ മൊത്തത്തിലുള്ള പോരാട്ട ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ഇപ്പോൾ വിജയകരമായ ഈ സംയോജനം എന്ന് പറയുന്നത്. റഡാർ പരിശോധനയ്ക്ക് സമാന്തരമായി ആസ്ട്ര മാർക്ക് 1 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ തേജസ് മാർക്ക് 1A പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിക്കുന്നതിലും HAL പ്രവർത്തിക്കുന്നുണ്ട്. ഈ തദ്ദേശീയ മിസൈൽ ഉടൻ തന്നെ പരീക്ഷണ വിക്ഷേപണത്തിന് വിധേയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വിമാനത്തിന്റെ ആയുധ ശേഖരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. യുദ്ധത്തിൽ വായു മികവ് കൈവരിക്കുന്നതിന് നിർണായകമായ മെച്ചപ്പെട്ട ശ്രേണിയും കൃത്യതയും നൽകുന്നതിനാണ് ആസ്ട്ര മാർക്ക് 1 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ആസ്ട്ര മാർക്ക് 1 മിസൈൽ ഇതിനകം തന്നെ യുദ്ധ സാഹചര്യങ്ങളിൽ അതിന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുമുണ്ട്. തേജസ് മാർക്ക് 1ന്റെ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ തന്നെയാണ് ELM 2052 AESA റഡാറിന്റെ വിജയകരമായ സംയോജനവും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ആസ്ട്ര മാർക്ക് 1ന്റെ സംയോജനവും. ഇങ്ങനെ മെച്ചപ്പെടുത്തിയ റഡാറും ആയുധ സംവിധാനങ്ങളുമുള്ള തേജസ് മാർക്ക് 1A ഇന്ത്യയുടെ ആകാശ സംരക്ഷണത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.